സ്പെസിഫിക്കലി ഫോർ ചിൽഡ്രൻസ്. ഇത് അഡൽട്ട് ഓറിയൻറ്റഡ് മൂവി അല്ല. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഈ സിനിമ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. ലാലേട്ടൻ്റെ മാസ് എൻട്രിയും കുറേ സാധനങ്ങൾക്ക് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഇത് അങ്ങനൊരു പടയല്ല. എൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വധമായിരുന്നു ഉള്ള കാര്യം പറയാല്ല. ഒരു 33 കോട്ട് വരെ ഞാൻ എണ്ണി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലിറ്ററലി ഉറക്കം വന്നു, ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. ഇത് പക്ക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇറക്കിയ ഒരു സാധനമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് പോവാം. ഇനി കുട്ടികളെ കിട്ടാത്ത ആളുകൾ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് പോവാം. അന്നേരം നമ്മൾ ഇതിനെപ്പറ്റി ഒപ്പീനിയൻ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം കുട്ടികൾ ആസ്വദിക്കുന്ന പോലെ എനിക്കിരുന്ന് ആസ്വദിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് യൂത്തിനൊക്കെ ഇതിരുന്ന് ആസ്വദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് പറ്റിയിട്ടില്ല, ഒട്ടും പറ്റിയിട്ടില്ല. സീരിയസ്ലി എനിക്കങ്ങ് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. നമുക്ക് ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ വർക്ക് എനിക്ക് നന്നായിട്ട് തോന്നി. ഇതൊരു വലിയ പരിധി കടന്നുള്ള ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ 3D എഫക്ട്സ് കിടിലമാണ്. 3Dയിൽ അത്യാവശ്യം നല്ല രീതിക്ക് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സന്തോഷ് ശിവനാണ് DOP. അതുപോലെ തന്നെ ഇതിൽ വോയിസ് ആക്ടേഴ്സിനെയാണ് എനിക്ക് പറയാനുള്ളത്. വിദേശികളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഡബ്ബിങ് പ്രത്യേകതയൊക്കെ. മലയാളം വരെയൊക്കെ അറിയാത്ത ശേതാമനൊക്കെ മലയാളത്തിൽ ഡബ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ലെങ്ത് തന്നെയാണ്. 2 മണിക്കൂർ 35 മിനിറ്റുള്ളൊരു സിനിമ കണ്ടു തീർക്കാൻ പെട്ട പാട്. കാരണം ഞാൻ പറഞ്ഞു, വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇത് ലാലേട്ടൻ മേക്ക് ചെയ്തിരിക്കുന്ന പരിപാടികളൊക്കെ മൊത്തത്തിലൊരു ഒരു തനി നാടക സെറ്റപ്പ്.